ലച്ചുവേ എവിടെ അങ്ങ് വാ റൂമിൽ കയറി കഴിഞ്ഞ് വരാൻ പറഞ്ഞു വന്നോളാം കേട്ടാ പണിയോട് അച്ഛാ അച്ഛൻ എന്തോന്ന് റൂമിരിക്കാൻ സമ്മതിക്കൂലേ? ലച്ചുവേ നീ ഒരുപാട് മാറിപ്പോയേട്ടാ. എന്താ നിന്റെ അടുത്ത് എന്തെങ്കിലും പൈസ വാങ്ങിയപ്പം നീ മോതിരിച്ചിടണല്ലേ? എടി നീ എവിടെയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ വിലയേറിയ സമയം കളഞ്ഞ് ഞാൻ വന്നിട്ടുണ്ടടി. അപ്പം ഇങ്ങനെ കാണിക്കണ്ട. വളർന്നട മറന്നാലും വളർത്തിയവരെ മറക്കരുത് കേട്ടാ. അല്ല വളർത്തിയവരെ മറന്നാലും വളർന്നട മറക്കരുത്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കണത്. ഇതൊക്കെ ഇങ്ങനത്തെ പല സംഭവങ്ങളും എൻ്റെ വായിന്ന് വീഴും. അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ്റെ ശമ്പളം തന്നെയല്ലേ കിട്ടണത്? എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ ഒരു 10,000 എടുക്കാനില്ലേ അച്ഛാ? 10,000 കിട്ടണൊക്കെ നിന്റെ അമ്മേനെ കൊണ്ട് കൊടുക്കും. ബാക്കിയൊക്കെ നിനക്കൊക്കെ വേണ്ടി ദൂത്തടിക്കും. എന്നിട്ട് കയ്യിൽ 5 പൈസ ഇല്ല ചിലവാക്കാതെ നടക്കും. എന്നിട്ട് വല്ലവരും തട്ടേ ചെയ്യും. ആ ഗതിയാണ് എനിക്കിപ്പം. എനിക്ക് വയ്യ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാം. എന്നെ വെറുതെ വിട്ടേരെ. നീ അച്ഛൻ്റെ അടുത്ത് പറയുന്നതൊക്കെ ഒന്നും പറയണ്ട മാമാ. ലച്ചു ഇപ്പം എന്നെ എന്തൊക്കെ പറയുന്നറിയാമോ? ലച്ചു നമ്മൾ വിചാരിച്ചോളാം ആളല്ല, വളർന്നു പോയി. എന്തോ ലച്ചോളെ കളിയും ചിരിയും തമാശയൊക്കെ എന്ന് വെച്ച് ബഹുമാനം വേണ്ട നല്ലതിനർത്ഥം. അങ്ങനെ പറഞ്ഞോളൂ മാമ ഇരിക്കണം. നോക്കണം കണ്ടോ, നോക്കണം ചെറിയ ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ല, ഇപ്പൊ ഉള്ള ചുറ്റുപാടും കണ്ടും കേട്ടല്ലേ വളരണത്. നമ്മൾ ജീവിച്ച കാലം അല്ലല്ലോ. നമ്മൾ ജീവിച്ച കാലം അല്ല, ഞാൻ ജീവിച്ച കാലത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. മാമൻ ജീവിച്ച കാലം ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. ഇപ്പൊ എല്ലാം മാറിയല്ലോ. ഒന്നുമില്ല മാമി. അയ്യോ മാമൻ പറഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? അതില്ല, അത് ഞാൻ ഭവാനിയോട് പറഞ്ഞിട്ടുണ്ട്. ലച്ചുവേ കേട്ടല്ല, കേട്ടിത് ഈ കളയരുത്, ഉള്ളിലെടുക്കണം. എന്തോ നാടാ? അതൊന്നുമില്ല മാമി. ലച്ചു എന്നെ വഴക്ക് പറയായിരുന്നു. അത് മാമൻ കേട്ടോണ്ട് വന്നു. അപ്പൊ ലച്ചു ഉപദേശിക്കായിരുന്നു. ലച്ചു മാത്രമൊന്നുമല്ല, ഇവിടെ എല്ലാരും മാറിപ്പോയി. നിങ്ങൾ കേട്ടോ? എന്തോ നാടി? നിങ്ങളുടെ നീലുമോളെ പഴയതുപോലൊന്നും അല്ല, ഇച്ചിരി ദേഷ്യം കൂടുതലാ. ഓ മോളെ പറഞ്ഞാ പിടിക്കത്തില്ലല്ലോ, എന്നാലും പറയുക ഒന്ന് ഉപദേശിക്കുന്നത് നന്നായിരിക്കും. എല്ലാരെയും കുറ്റം പറയുന്നത് നീ ആദ്യം നിന്റെ കാര്യം ഒന്ന് പറഞ്ഞു നോക്ക്. ഈ ദേഷ്യം വന്ന ആരോടാ എന്താ എങ്ങനെയാ പറയേണ്ടതെന്ന് നിനക്ക് ഇപ്പോഴും അറിയാൻ വയ്യ. ഇനിയോട്ട് പഠിക്കാനും പോകുന്നില്ല. അത് ഞാൻ ഇവിടെ എപ്പോഴും പറയും മാമിന്റെ സ്വഭാവം നിങ്ങളുടെ അടുത്ത്. എന്ത് മാമി? ഞാൻ കുറെ നേരം അകത്തുള്ള സമയം കൊണ്ട് ഇവിടെ കണ്ട് ഭീകര ചർച്ച നടന്ന ഓട്ടമുണ്ടല്ലോ. അത് തന്നെ ഇവിടെ എപ്പോഴും എങ്ങനെയാണെന്ന് പറയാൻ അറിഞ്ഞൂടെ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചർച്ച അങ്ങ് വഷളാക്കും. ഇവിടെ ഏതെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് അത് വഷളാക്കണ ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ തന്നെ ഇന്ന് നിങ്ങൾ എന്ത് കാര്യത്തിലുള്ള പ്രശ്നം ഉണ്ടായി? പറ, എന്തിന്റെയാണെന്ന് പറ. എന്താണെന്ന് പറ. നിങ്ങൾ പറ. ഞാൻ പറയാം. നീ ഇവിടെ വെച്ചു കുടുംബം അമ്മ കാശിന്റെ കാര്യത്തിൽ ഇത്തിരി സംസാര വിഷയക്കാവും. പിന്നെ ഇത്തിരി തിരിമറിയൊക്കെ നടത്തും. അത് പിന്നെ പഠിച്ചു കിട്ടിക്കൊണ്ട് പോണതിന് അങ്ങ് കളയണ്ടേ? കാശിന്റെ കാര്യോ? അതാരും എപ്പോഴും സംസാരിച്ചു? മാമിക്കാണെങ്കിൽ എന്താണ് ഏതാണെന്ന് ഒന്നും അറിയണ്ട. എന്ത് കാര്യമാണ് ഇടയ്ക്ക് സംസാരിച്ചോളൂ. അത് ശരിയാ, ഇടയ്ക്ക് കയറി സംസാരിക്കാൻ ഇവളെ പോലെ പിടിക്കുക എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതച്ഛൻ പറഞ്ഞ കറക്റ്റ് കേട്ടാ. ഒരു വിഷയം എന്താണെന്നറിയാം, അതിന്റെ വാലും തുമ്പും കേട്ടിട്ട് അതിനിടയ്ക്ക് കയറി അങ്ങ് സംസാരിച്ചേക്കും. ഓ ഇതിപ്പോ എനിക്ക് നേരെയായോ? ഞാനൊന്നും അറിഞ്ഞില്ല. ഇവിടെ ഇവരെല്ലാരോടും സംസാരിച്ചോണ്ട് നിന്നപ്പം അതിന്റെ ഇടയിൽ കയറി ഞാനൊരു അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ സ്വഭാവം നിർത്തണമെന്നാണ് ഇപ്പൊ അച്ഛൻ പറഞ്ഞത്. ഏത് സ്വഭാവം? വാലും തുമ്പും കേൾക്കാതെ ഇടയ്ക്ക് വർത്താനം പറഞ്ഞ സ്വഭാവം. നീലു ഇപ്പൊ എനിക്കെതിരെ തിരിഞ്ഞു നിൽക്കുവാന്നേ. അയ്യോ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വഴക്കുണ്ടാക്ക്. കണക്ക് എഴുതാണ്, ഇഷ്ടം പോലെ കണക്ക് എഴുതാണ്. എന്റെ പൊന്ന് ഭവാനി, ഇനി അപ്പുറത്തെങ്ങാനും ഒന്ന് പോ. അതിന് ഞാനെന്തോ ഇതെന്നാ? അമ്മുമ്മ വയ്യാത്തല്ലേ, വഴക്കൊന്നും വേണ്ടെന്നേ. വഴക്കോ? അതിന് ഞാനെന്തോ പറഞ്ഞു? ഇതിന്റെ ഇടയിൽ കയറി സമാധാനം പറയാൻ നോക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. സമാധാനം ഉണ്ടാക്കാൻ നീ ആരടി വെള്ളരിപ്രാവും? അതിന് സമാധാനം എന്താണെന്ന് നിനക്ക് അറിയാവൂടി? കയറി പൊടി. അത് ഞാനിവിടെ നിന്നാ വല്ലതും പറയും, കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്ര നേരം ഒന്നും പറഞ്ഞില്ലേ അപ്പൊ അമ്മ? പാവല്ലേ. അമ്മയെ പറയായിരുന്നു കേട്ടോ. അപ്പൊ മടി കയറി വല്ല കഥകളെല്ലാം കേള്. അങ്ങോട്ട് ഇരുന്നോട്ടെ എന്നാല്. ശരി, കണക്കെഴുതാൻ പോകും. നമുക്കത് കണ്ടുപിട്ടിരിക്കാം. ലൈവ് പ്രോഗ്രാമാണ് കണക്ക് കാണാൻ വേണ്ടി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഓ മനസ്സിലായണ്ണ, ശരിയാക്കാം. ശരി ഞാൻ കിട്ടുമ്പോൾ വിളിക്കാം. ഓക്കേടാ, ശരി.
നീ ഇന്ന് സൈറ്റിൽ പോയിട്ടോ പോലെ ഉച്ചശേഷം പോകും മാമ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ടല്ലേ? കാര്യങ്ങളെല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാൻ സൈറ്റിൽ ചെല്ലണം. ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? അത് മാമ 10-ാം തീയതിക്ക് മുമ്പേ എഞ്ചിനീയർ ശമ്പളം തരും. നല്ലൊരു മനുഷ്യനാണ്. കിട്ടുന്ന കാശ് അനാവശ്യമായി ചെലവാക്കാതിരുന്നാ നല്ലത്. മാമ അനാവശ്യ ചിലവില്ല മാമ. അതൊക്കെ പണ്ട്. ഇപ്പം 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുകൊടുക്കും. സമ്പാദിക്കണമെന്ന് വന്നു തുടങ്ങി. ആഗ്രഹം വന്നു തുടങ്ങി. അത് ശരി. വീട്ടു ചെലവിന് കൊടുത്താലുവേ നിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് കാശ് പോകുമല്ലോ. അതൊക്കെ പണ്ട് മാമ. ഇപ്പം എങ്ങനെ നീള ചോദിച്ചു നോക്കുക. അവള് പറഞ്ഞത് പണ്ടമ്മ അങ്ങനെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കൈ കാശുണ്ടാവാറുണ്ട്. ഇപ്പം ആരെങ്കിലും ചോദിച്ചാൽ പഴയതുപോലെ അങ്ങനെ കൊടുക്കാറൊന്നുമില്ല. ഇപ്പം മനസാക്ഷിയൊന്നുമില്ല. നമ്മളായി നമ്മളെ പിള്ളേരായി. ഈ മറ്റുള്ളവരെ സഹായിച്ചിട്ടല്ല മാമോ രണ്ടിപ്പൂ. ഇപ്പൊ തന്നെ എഞ്ചിനീയർ സാർ അച്ഛന് 28,000 കൊടുക്കാനുണ്ട് അല്ല അച്ഛാ? അത് ബാങ്കിൽ കിടക്കുന്ന പോലെ തന്നെ. പിന്നെ അച്ഛനെ കാര്യം കുറച്ച് സേവിങ്സും ഉണ്ട്. സേവിങ്സ് ഉണ്ടെന്ന്? അത് സർവീസ് സെന്റർ ബാങ്കിന് പിന്നെ ചിട്ടിയൊക്കെ കുറച്ച് അല്ലാണ്ട് അക്കൗണ്ടിൽ പൈസ ഒന്നും ഇല്ല അല്ലേ? കാണും. കുറച്ചൊക്കെ കാണണം മാമ. എടാ മോനെ എനിക്കൊരു 10,000 രൂപ തരുമോ? അടുത്ത മാസം തിരിച്ചു തരാടാ. 10,000? നിനക്ക് തന്നെ ഇപ്പൊ 10,000 രൂപയുടെ ആവശ്യം? നിങ്ങൾ മിണ്ടാതിരി. എടാ താടാ. നീലുവേ ഒരു 10,000 രൂപ ഞാൻ നിനക്ക് തരാം. അക്കൗണ്ട് തരാം. എൻ്റെ ഇല്ല. ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നില്ല അമ്മ. മക്കളെ അലച്ചോ ഒരു 10,000 രൂപ അമ്മൂമ്മ കിട്ടുള്ളൂ. ഞാൻ മക്കളെ അക്കൗണ്ട് ഇട്ട് തരാം. അയ്യോ എന്റെ ഇല്ല അച്ഛാ. ഉണ്ടായിരുന്ന പൈസ സിദ്ധുവിന്റെ അച്ഛനൊരു അത്യാവശ്യം വന്നപ്പോ ഞാൻ എടുത്തു കൊടുത്ത്. എടാ നീ പോയി എടുത്തോണ്ട് താടാ. ഒരു മാമിക്ക് 10,000 രൂപ ഉണ്ടല്ലേ? ഫോണിൽ ഇട്ട് തരാൻ പറ്റൂല. ഇല്ല. പക്ഷെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാലോ. മാമിക്ക് അത്യാവശ്യമാണല്ലേ മാമി? അതേടാ. ഞാൻ ജംഗ്ഷനിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ. ഞാൻ അക്കൗണ്ട് ഇട്ട് തരാം. 10,000 രൂപ അല്ലേ മാമൻ്റെ 10,000 രൂപ ഇല്ല അമ്മ? എന്റെ കയ്യിലുണ്ട്. നിനക്ക് എന്തിനാണ് ഇപ്പൊ പൈസ? അത് പറ. നിങ്ങളൊന്നും മിണ്ടായിരും മനുഷ്യ. മോനെ പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാം. എടാ മോനെ ഓ അപ്പൊ ഇനി നീ 20,000 രൂപ ഒപ്പിക്കണം ഇല്ലയോ? 20,000 രൂപ ഒപ്പിക്കണോ? ആ നീ ഇവരോടൊക്കെ 10,000 രൂപ ചോദിച്ചില്ലയോ? പിന്നെ എനിക്കൊരു 10,000 വേണം. അപ്പൊ മൊത്തം 20,000 ആയില്ലയോ? ഓ അപ്പൊ നീ എല്ലാം പറയൂടതല്ലേ? ഇവിടെ നിങ്ങൾ ഉരുണ്ട് നടക്കുമ്പോ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കട്ടെ എന്താന്ന്. ചുമ്മാ അമ്മ എനിക്ക് എഞ്ചിനീയർ പൈസ തരാനുണ്ട്. അത് മനസ്സിലായി. ഇതിനകത്ത് നിന്ന് ഒരു 10,000 രൂപ എടുത്തോ. വേണ്ടായിരുന്നു മാമി. 10,000 എടുക്കാവോ? ഓക്കെ താങ്ക്സ്. അടുത്ത മാസം തിരിച്ചു തരണേ. തരാം മാമി. ആ ഇതിന് 10,000 മാത്രമേ വരുള്ളൂ. 20,000 40,000 ഒന്നും എടുക്കാൻ പറ്റുമോ? ഇത് 10,000 രൂപ ഇതിനകത്ത് നിന്ന് എടുക്കാവൂ. അല്ലാതെ 1 രൂപ പോലും കൂടുതൽ എടുത്തേ. ഞാൻ ചോദിച്ചത് കൂടുതൽ എടുക്കാൻ പറ്റുമോ അത് ചോദിച്ചതാണ്. ശരി. ബാലു നിങ്ങൾക്ക് വേണമെങ്കിൽ എഞ്ചിനീയറോട് ചോദിക്കാം ഇല്ലേ? എഞ്ചിനീയർ തരികയും ചെയ്യും. സത്യം പറ, എന്തിനാണ് ഈ 10,000 രൂപ? എന്തിനാണ് ഈ 10,000 രൂപ? അത് മാമ വേറെ ഒന്നുമല്ല. നമ്മളെ കമ്പനി സെക്യൂരിറ്റി ഇല്ലേ? സെക്യൂരിറ്റി നമ്മളെ ചങ്കരനെ പോലെ ഇരിക്കും. അങ്ങനെ 2 പെമ്മക്കളാണ്. അതിന് മൂത്ത പെണ്ണ് മറ്റേ IELTS എന്ന് പറഞ്ഞാൽ വിദേശത്ത് പഠിക്കാൻ പോകില്ലേ, എൻ്റെ കോഴ്സിന് ചേർന്ന് 15,000 രൂപയാണ്. ആ പടം 5,000 അങ്ങനെ കയ്യിലുള്ളൂ. അപ്പം 10 രൂപ തരുമെന്ന് ചോദിച്ചു. പെമ്പിളരല്ലേ പാവം, നമുക്ക് ഇല്ലേ ഓരോ വീട്ടിൽ തോന്നത്തെ. അപ്പം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതാണ് ഈ 10,000 രൂപ. അപ്പൊ ഈ സഹായം നീ ഇതുവരെ നിർത്തിയിട്ടില്ല. അതുതന്നെ മാമ പട്ടിരെ മാറ്റി 12 കാലം കുഴലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. ഞാൻ പോയി പൈസ കൊടുത്തു.